ഞാൻ വാടയിലിടവക നായരമ്പലത്തുനിന്ന് വരുന്നു. യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഈ ഉടമ്പടിയിൽ എടുത്തിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എനിക്ക് അപ്രാപ്യമാണ്. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാൻ വരുന്നത്. ആദ്യത്തേത് എൻ്റെ മകളോടൊപ്പമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നത്. ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എക്സ് സർവീസാണ്. പുള്ളിക്കാരനൊരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴക്കാലമൊക്കെ വരാൻ നേരത്ത് ജോലി ഉണ്ടാകാറില്ല. ഞാനപ്പോൾ അമ്മയോട് ഉടമ്പടിയിൽ വെച്ചിരുന്നു, അമ്മേ, മഴക്കാലം വരുമ്പോഴും വെയിലായാലും മഴയായാലും എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടി എടുത്ത് ആ ഒരു മാസമായപ്പോൾ തന്നെ ഷിപ്പ് യാർഡിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടി. അതിനുശേഷം എൻ്റെ മകൾക്ക് ഫീസ് കെട്ടാൻ വേണ്ടിയാണ്, UK എൻ്റെ മകൾ പഠിക്കുന്നത്. ലാസ്റ്റത്തെ ഫീസ് കെട്ടാൻ വേണ്ടി 5 ലക്ഷം രൂപ കെട്ടണമെന്ന് പറഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം അവളുടെ കാർഡെല്ലാം ബ്ലോക്ക് ചെയ്ത്, അതൊന്നും അവൾ പൈസ ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് കരുതി, അവൾ വിഷമിപ്പിക്കേണ്ടത് കരുതി അതൊന്നും എന്നോട് സംസാരിച്ചില്ല. ഒരു ദിവസം പറഞ്ഞ്, അമ്മയെ നാളത്തേക്കുള്ളിൽ 5 ലക്ഷം രൂപ കെട്ടിയില്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ്. ഞാൻ നടയിൽ ചെന്നിരുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയോട് ചോദിച്ചിട്ടല്ല എൻ്റെ മകളെ പറഞ്ഞു വിട്ടത്. അമ്മയ്ക്ക് അസാധ്യമൊന്നുമില്ലല്ല. ഒരു അമ്മയായ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഒത്തിരി പേരോട് സഹായം ആവശ്യപ്പെട്ടു, ആരും തന്നെ തന്നില്ല. കൂട്ടുകാരോടും സഹോദരങ്ങളും ബന്ധുക്കളോടും എല്ലാവരോടും ചോദിച്ചു, ആരും എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒറ്റൊരു ദിവസം കൊണ്ട് ഈ 5 ലക്ഷം തരാൻ ആർക്കും പറ്റത്തില്ല. അവരെയും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ അമ്മയുടെ നടയിൽ മുട്ടൂതിയിട്ട് അമ്മനോട് പറഞ്ഞു, അമ്മേ, ഞാൻ എത്ര നേരമായി അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് പറയണത്, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം തെളിച്ച അമ്മയെന്ന് പറഞ്ഞു.